തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് കോട്ടുകാൽ കോണം എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടിയെ കാണാതായതായി പരാതി. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന് പറയുന്ന 2 വയസ്സുകാരിയാണ് കാണാതായിരിക്കുന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. രാവിലെയാണ് സംഭവം നടന്നുവെന്നാണ് പറയുന്നത്. ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, എന്താണ് സംഭവിച്ചത്? ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നാണ് പരാതിയിൽ പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും കുട്ടിയെ വീട്ടിന്റെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചോ എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കുട്ടിയെ തൊട്ടടുത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഏത് തരത്തിലാണ് കുട്ടി ഈ കിണറ്റിൽ വീണതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് അക്കാര്യത്തിലാണ് അന്വേഷണം നടത്തുന്നത്. രാവിലെയാണ് ഈ ബന്ധുക്കൾ പരാതി നൽകിയത്. ഇങ്ങനെ കുട്ടിയെ കാണാനില്ല, അത് വീട്ടിനകത്ത് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയാണ് കാണാതായിരുന്നത്. ഈ കുട്ടിയെ ഇപ്പോൾ കിണറിൽ കണ്ടെത്തി, മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളാണ് മനു പുറത്തു വരുന്നത്. തീർച്ചയായും അത് വലിയ ഒരു ആശങ്കയാണ്, വലിയ സംശയങ്ങളാണ് ഈ സംഭവം ബാക്കിയാക്കുന്നത്. എങ്ങനെ 2 വയസ്സുള്ള കുഞ്ഞ് കിണറ്റിൽ വീണു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അതും പുലർച്ചെയല്ലേ, നേരം വെളുക്കുന്നതിന് മുൻപ്. തീർച്ചയായും ഏത് സമയത്താണ് കിണറ്റിൽ വീണത് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ബന്ധുക്കൾ രാവിലെ കാണാനില്ല എന്നുള്ള പരാതിയാണ് അച്ഛനും അമ്മയും നൽകിയത്. ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് 2 വയസ്സുകാരിയായ കുട്ടി. എങ്ങനെയാണ് ഈ കുട്ടി, എന്തായാലും 2 വയസ്സുള്ള കുട്ടിക്ക് ഈ രാത്രി കിടന്നുറങ്ങുന്നത് തനിയെ എണീറ്റ് പോകാൻ സാധ്യത കുറവാണ്. അതെ, അത് തന്നെയാണ് അത് പോലീസിൽ ഒരു സംശയത്തിന് ഇടയാക്കിയത്. 2 വയസ്സ് മാത്രം പ്രായമാണ് കുട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് നടന്നു പോകുമെന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ വീടിന്റെ കിണറിൽ തന്നെ കുട്ടിയെ കണ്ടെത്തിയിട്ട് ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിലെ മറ്റു ദുരൂഹതകൾ അല്പസമയത്തിനകം തന്നെ പുറത്ത് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീടിനടുത്ത് തന്നെയാണോ ഈ കിണർ? വിജിൻ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്? കിണറിന് ചുറ്റുമതിലോ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആ കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? അല്പസമയം മുമ്പ് നമുക്ക് പ്രാഥമികമായി ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല എന്ന പരാതി ലഭിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കുട്ടിയെ കിണറ്റിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണെങ്കിൽ അല്പസമയം എടുക്കും. എന്തായാലും പോലീസിൽ നിന്നാണ് ഈ കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത്. നമ്മൾ അല്പസമയത്തിനകം ആ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്യും. കൂടുതൽ ഇങ്ങനെയാണ് ചുറ്റുമതിൽ ഉള്ള കിണറാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത അല്പസമയത്തിനകം നൽകാൻ കഴിയും മനു. ഏതായാലും അത് ആശങ്കപരമായ ഒരു കാര്യമാണല്ലോ വിജിൻ. കാരണം ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കുഞ്ഞ്, രാവിലെ തന്നെ ഒരു കുഞ്ഞിന്റെ മരണവാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നുവെന്ന്. മരണവാർത്തയ്ക്ക് അപ്പുറത്തേക്ക് അതിന്റെ പുറകിലെ വലിയ ദുരൂഹതകൾ ഇപ്പോൾ ചോദ്യങ്ങളായി ബാക്കി നിൽക്കുകയാണ്. എങ്ങനെ ഈ കുട്ടി രാവിലെ പുലർച്ചെ കിണറ്റിൽ വീണു, 2 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെയാണ് കിണറ്റിൽ വീണത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ പറ്റുകയോ പോലീസ് വിശദീകരിക്കുകയോ ചെയ്യുന്നുണ്ടോ? മനു, പോലീസുമായി ബന്ധപ്പെടാൻ നേരത്തെ നമ്മൾ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ കാണാനില്ല എന്ന പരാതിക്ക് അപ്പുറം ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. പോലീസിന് തന്നെ വലിയ സംശയമുണ്ട് അതിൽ, അല്ലേ? തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കൂടി കടന്നത്. കുട്ടിയെ കണ്ടെത്തുന്നതിന് അപ്പുറം ഏതെങ്കിലും തരത്തിൽ ഇത്രയും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയാനായിരുന്നു പോലീസ് ആദ്യം തന്നെ ശ്രമം നടത്തിയത്. കുട്ടിയെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ വിരളമാണ്. കാരണം ഇത്രയും ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ ആദ്യം പരാതി ലഭിച്ച മുതൽ തന്നെ കടക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ കിണറിൽ കണ്ടെത്തിയത്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഈ മനു സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ കുട്ടി ഏതെങ്കിലും കൈവരിയില്ലാത്ത കിണറ്റിലേക്ക് വന്ന് വീണതാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവണമെങ്കിൽ അല്പസമയം എടുക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. പോലീസിനെ ബന്ധപ്പെട്ടാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയൂ. എന്തായാലും ഇന്ന് പുലർച്ചെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ കുട്ടിയെ വീട്ടിന്റെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മരണമായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാലും ബന്ധുക്കൾ തന്നെയാണ് പുലർച്ചെയാണ് കുട്ടിയെ കാണാതായത് എന്ന വിവരം പോലീസിൽ അറിയിക്കുന്നത്. രാത്രി ഒരുമിച്ച് ഉറങ്ങി കിടന്ന കുട്ടിയെയാണ് പുലർച്ചയോടെ കാണാവുന്നത് എന്നുള്ളതാണ് ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടി ഇങ്ങനെ കാണാതായതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള
സംഭവങ്ങൾ ഉണ്ടോ എന്ന കാര്യവും ആണ് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നത്. മറ്റാരെങ്കിലും അവിടത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരണം. അത് അല്പസമയത്തിനകം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മിനിറ്റുകൾക്കകമാണ് ഇത്തരത്തിൽ വാർത്ത പുറത്തു നിന്നും പോലീസിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത ലഭിക്കുന്നതും അതിനെ തുടർന്ന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മരണം സ്ഥിരീകരിച്ചുള്ള ഒരു വിവരവുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനു.